നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ വയനാട് ദുരിതബാധിതർക്കൊപ്പമുണ്ടാകുമെന്ന് സ്പീക്കർ. നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. തൃശൂർ പൂരം കലക്കൽ. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി. ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. 60 ഭീകരരെ വധിച്ചു. വയനാട് ഉരുൾപൊട്ടൽ. വീട് നഷ്ടമായവർക്ക് പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി. സമൂഹ മാധ്യമങ്ങളിലെ വേട്ടയാടൽ. അർജുന്റെ സഹോദരിയുടെ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തു. വാർത്തകൾ വിശദമായി. 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു സഭ ആരംഭിച്ചത്. ദുരിതബാധിതർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. പ്രകൃതി സൗന്ദര്യം കൊണ്ട് എപ്പോഴും നമ്മെ മാടി വിളിച്ചിരുന്ന ചൂരൽമലയും മേപ്പാടിയും അടക്കമുള്ള വയനാടൻ ഗ്രാമങ്ങൾ താങ്ങാനാകാത്ത ഹൃദയവേദനയായി മാറിയെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ദുരന്തമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രാദേശികമായി ഉണ്ടാകുന്ന അതിതീവ്ര മഴയാണ് ഉരുൾപൊട്ടലിന്റെ കാരണമായതെന്നും പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ സ്ഥലങ്ങളെ നേരിട്ട് ബാധിച്ച ഈ ദുരന്തത്തിൽ 231 ജീവനുകൾ നഷ്ടപ്പെടുകയും 47 പേരെ കാണാതാവുകയും ചെയ്തു. 145 വീടുകൾ പൂർണ്ണമായും 170 എണ്ണം ഭാഗികമായും തകർന്നു. 240 വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും 183 വീടുകൾ ഒഴുകിപ്പോവുകയും ചെയ്തു. ശാസ്ത്രീയ പഠനത്തിന്റെ വെളിച്ചത്തിൽ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ കൂടുതൽ വീടുകളുണ്ട്. കടകൾ, ജീവനോപാധികൾ, വാഹനങ്ങൾ, കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് 1200 കോടി രൂപയുടെ നഷ്ടമെങ്കിലും മേപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇതേ ദിവസം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ മാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടിലും ഉരുൾപൊട്ടൽ ഉണ്ടായത്. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 48 മണിക്കൂറിൽ 307 മില്ലിമീറ്റർ മഴയാണ് വിലങ്ങാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഒരു വിലപ്പെട്ട ജീവനും വീടുകൾ, കടകൾ, ജീവനോപാധികൾ, വാഹനങ്ങൾ, കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് 217 കോടി രൂപയുടെ നഷ്ടമെങ്കിലും വിലങ്ങാടിൽ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഫലമായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നാടായി കേരളം മാറുന്നു. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള കേന്ദ്രീകൃത ഗവേഷണങ്ങൾ നടത്താനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മണിപ്പൂരിലെ ഉഖ്രുൽ നഗരത്തിൽ 2 നാഗാ വിഭാഗങ്ങൾ തമ്മിൽ ബുധനാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനു പിന്നാലെ ജനക്കൂട്ടം ടൗണിലെ വിനോ ബസാറിലുള്ള പോലീസ് സ്റ്റേഷനിലെ ആയുധശേഖരം കൊള്ളയടിച്ചു. AK-47 ഇൻസാസ് റൈഫിളുകൾ അടക്കമുള്ള ആയുധങ്ങളാണ് പോലീസ് സ്റ്റേഷൻ കയ്യേറി കൊള്ളയടിച്ചത്. കേസിൽ അന്വേഷണം തുടരുന്നതിനാൽ കൊള്ളയടിച്ച ആയുധങ്ങളുടെ എണ്ണവും തരവും ഉടൻ സ്ഥിരീകരിക്കാനാകില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വച്ഛതാ അഭിയാന്റെ ഭാഗമായി നഗരത്തിലെ തർക്കഭൂമി വൃത്തിയാക്കുന്നതിനെ ചൊല്ലി ബുധനാഴ്ച നാഗ സമുദായത്തിലെ 2 ഗ്രാമവാസികൾ തമ്മിലുണ്ടായ അക്രമത്തിനിടെയാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. ഹൻഫുൻ, ഹൻബങ് എന്നീ ഗ്രാമങ്ങൾ തമ്മിൽ ഈ ഭൂമിയുടെ പേരിൽ വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്നു. ഗാന്ധി ജയന്തി പ്രമാണിച്ച് വിദ്യാർത്ഥികൾ തർക്ക പ്രദേശത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയതിനെ ഹൻഫുൻ ഗ്രാമവാസികൾ എതിർത്തതോടെയാണ് സംഘർഷം ഉണ്ടായത്. ഇരു ഗ്രാമവാസികളും തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഘർഷത്തെ തുടർന്ന് ഒരു വിഭാഗം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. കൊള്ളയടിച്ച സർക്കാർ ആയുധങ്ങളുമായി 100 കണക്കിന് യുവാക്കളടങ്ങിയ സംഘം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തമ്പടിച്ചത് പ്രശ്നം രൂക്ഷമാക്കി. സംഘർഷത്തെ തുടർന്ന് നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. മണിപ്പൂരിലെ നാഗാഭൂരിപക്ഷ പ്രദേശത്ത് ഇതാദ്യമായാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്നത്. 2023 മെയ് 3 മെയ്തേയികളും കുക്കികളും തമ്മിൽ സംഘർഷം തുടങ്ങിയതു മുതൽ സൈന്യത്തിന്റെയും പോലീസിന്റെയും നിരവധി ആയുധപ്പുരകൾ കൊള്ളയടിച്ചിരുന്നു. ഇരു വിഭാഗങ്ങളും പോലീസ് സ്റ്റേഷനുകളും ആയുധപ്പുരകളും കൊള്ളയടിച്ചെങ്കിലും ഭൂരിപക്ഷം ആയുധങ്ങളും ഇനിയും വീണ്ടെടുത്തിട്ടില്ല. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി. സർക്കാർ തുടർച്ചയായി സമയം നീട്ടിച്ചോദിക്കുന്നത് പരാമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, PG അജിത് കുമാർ എന്നിവരുടെ ബെഞ്ച് ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ 3 ആഴ്ച സമയം കൂടി കോടതി അനുവദിച്ചു.
തൃശൂർ പൂരം കലക്കിയതിൽ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെതിരെ നടപടി ആവശ്യപ്പെട്ടും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സംബന്ധിച്ചും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ എന്നിവയ്ക്കുള്ള പങ്കും ക്രമസമാധാന പാലനത്തിന് സർക്കാർ സംവിധാനങ്ങളുള്ളതും കോടതി വാദത്തിനിടെ പരാമർശിച്ചു. തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. ADGPയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിലുള്ള നടപടികൾ വിശദീകരിക്കാൻ കൂടുതൽ സമയം വേണമെന്നുമാണ് സർക്കാർ പറഞ്ഞത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് 3 ആഴ്ച സമയം കൂടി നൽകാമെന്നും ഇത് അവസാന അവസരമാണെന്നും കോടതി വ്യക്തമാക്കിയത്. മറുപടി സമർപ്പിക്കാൻ തിരുവമ്പാടി ദേവസ്വത്തിനും 3 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണത്തിന് തീരുമാനമായത്. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. 3 തലത്തിലാണ് അന്വേഷണം നടക്കുക. ADGP പങ്കുവച്ച അന്വേഷണ റിപ്പോർട്ട് നേരത്തെ സർക്കാർ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. CPI നേതാക്കൾ ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. ADGP MR അജിത് കുമാറിനെ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് അന്വേഷിക്കുമെന്നും പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നോ എന്നത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ MR അജിത് കുമാർ നേരത്തെ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. ഒപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H വെങ്കടേഷും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിൽ കണ്ടെത്തിയ 2 സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതോടെ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് സ്വന്തം വീടുകളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ദുരിതബാധിതർക്ക് വലിയ പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെ 2 പേരെയും നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ട 8 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. വനിതാ ശിശു വികസന വകുപ്പാണ് തുക നൽകുക. കേന്ദ്രത്തിൽ നിന്ന് അനുയോജ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് വീണ്ടും ആവശ്യപ്പെടാനും ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് നിലവിൽ പല സ്ഥലങ്ങളിലായി വാടക വീടുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. കണ്ടെത്തിയ സ്ഥലങ്ങളിലൊന്ന് കൽപ്പറ്റയും മറ്റൊന്ന് മേപ്പാടിയുമാണ്. ദുരിതത്തിലായവരിൽ ചിലർ മേപ്പാടി പരിസരത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. ജോലി, സ്കൂൾ, ബന്ധുക്കൾ തുടങ്ങിയവ മേപ്പാടിയിലുള്ളവർക്ക് മേപ്പാടിയോട് ചേർന്നുള്ള നെടുമ്പാലയിൽ താമസിക്കാനാണ് ആഗ്രഹം. എന്നാൽ ദുരന്തം സംഭവിച്ച സ്ഥലത്തോട് ചേർന്ന് താമസിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് ബാക്കിയുള്ളവർ. ഇവർക്ക് കൽപ്പറ്റയിൽ കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും വീടൊരുക്കുക എന്നും അദ്ദേഹം അറിയിച്ചു. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള 175 ഏക്കറുള്ള എസ്റ്റേറ്റാണ് കണ്ടെത്തിയതിൽ ഒരു സ്ഥലം. നിലവിൽ എസ്റ്റേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഈ ഭൂമി നേരത്തെ വയനാട് മെഡിക്കൽ കോളേജ്, എയർ സ്ട്രിപ്പ് എന്നീ പദ്ധതികൾക്കായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഭൂമിയുടെ വില സംബന്ധിച്ച് തോട്ടം ഉടമകളായി ധാരണയിലെത്താത്തതിനാൽ മെഡിക്കൽ കോളേജ് പദ്ധതി നടപ്പായില്ല. ഈ സ്ഥലത്ത് എയർ സ്ട്രിപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2023 കിഫ്ബി സംഘവും അതേ വർഷം ജൂലൈയിൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും പരിശോധന നടത്തിയിരുന്നു. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. ജില്ലയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന സുരക്ഷിതവും നഗരത്തോട് ചേർന്ന് കിടക്കുന്നതുമായ സ്ഥലമായതിനാൽ പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം തുടരുന്ന ഇസ്രായേൽ സേന തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങളിലുള്ളവരോട് ഒഴിഞ്ഞുപോകുവാൻ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ 200-ലധികം കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നും 60 ഭീകരർ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ സേന ഇന്നലെ അറിയിച്ചു. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളകൾ 8 ഇസ്രായേൽ കമാൻഡോകളെ പോരാട്ടത്തിൽ വധിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയത്. ബുധനാഴ്ച ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്തും ഇസ്രായേൽ സേന ആക്രമണം നടത്തി. ഹിസ്ബുള്ളകൾ നടത്തുന്ന ആരോഗ്യ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ബഹുനില കെട്ടിടത്തിൽ ബോംബിട്ടത്. ലബനീസ് പാർലമെന്റിന് മീറ്ററുകൾ അകലെയായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ തെക്കൻ ബെയ്റൂട്ടിലെ ദാഹിയെ പ്രദേശത്തും ശക്തമായ ബോംബിംഗ് ഉണ്ടായി. ദാഹിയയിൽ ഇന്നലെയും ആക്രമണമുണ്ടായതായി ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ ലെബനനിൽ 28 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇതിനിടെ ഇന്നലെ രാവിലെ ഹിസ്ബുള്ളകൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണും തൊടുത്തു.
ഗലീലി, ഗോലാൻ കുന്ന് മേഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 75 റോക്കറ്റുകളാണ് ഹിസ്ബുള്ളകൾ തൊടുത്തതെന്നും ഭൂരിഭാഗവും വെടിവെച്ചിട്ടെന്നും ശേഷിക്കുന്നവ തുറന്ന സ്ഥലങ്ങളിലാണ് പതിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേൽ ഭാഗത്ത് ആൾനാശമില്ല. തെക്കൻ ലെബനനിൽ ജനങ്ങളെ ഒഴിപ്പിച്ചു മാറ്റുന്നതിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനീസ് സേനാംഗം കൊല്ലപ്പെടുകയും റെഡ് ക്രോസിലെ 4 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനീസ് സേനയുടെ അകമ്പടിയിൽ ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരുടെ വാഹനവ്യൂഹത്തെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. നിലമ്പൂർ MLA PV അൻവറിനെതിരെ വീണ്ടും കേസ്. മഞ്ചേരി പോലീസാണ് കേസെടുത്തത്. PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടതിനാലാണ് കേസ്. അരീക്കോട് MSP ക്യാമ്പ് കമാൻഡർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുവെന്നാണ് പരാതി. PV അൻവർ MLA അരീക്കോട് MSP ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മുൻ മലപ്പുറം SP P സുജിതദാസുമായി നടത്തിയ ഫോൺ സംഭാഷണം PV അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. പിന്നാലെ സുജിതദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ADGP MR രജത് കുമാർ, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉയർത്തിയത്. പിന്നീട് ആരോപണങ്ങൾ കടുക്കുകയും ഇത് മുഖ്യമന്ത്രിയിലേക്കും കുടുംബത്തിലേക്കും നീളുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി നൽകുകയും അൻവർ ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ മരമുറിയിൽ തുടങ്ങി മാമി തിരോധാനവും തൃശൂർ പൂരം വിവാദവും അടക്കം ഒടുവിൽ ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിലെ പരാമർശവുമടക്കം ഉയർത്തി അൻവർ ഇടതുമുന്നണിയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കാൻ നോക്കുമ്പോൾ പ്രതിപക്ഷവും ഈ ആരോപണങ്ങൾ ഏറ്റെടുത്ത് ആയുധമാക്കുകയാണ്. പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിടും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കുമെന്നും യുവാക്കൾ തനിക്കൊപ്പം നിൽക്കുമെന്നും കഴിഞ്ഞ ദിവസം അൻവർ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. അതിനിടെ തനിക്കെതിരെ കേസെടുക്കട്ടെയെന്നും കേസുകളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും PV അൻവർ MLA പ്രതികരിച്ചു. P ശശിയുടെ വക്കീൽ നോട്ടീസിനെ നേരിടും. തന്റെ പോരാട്ടത്തിന് കണ്ണൂരിലെ പ്രബലനായ നേതാവിന്റെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ ചോർത്തുന്നതിൽ കേസില്ല, അത് പറഞ്ഞതിനാണ് കേസ്. ഇതെന്ത് നീതിയാണ്, നമുക്ക് കാണാമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പീഡന പരാതികൾ ഉൾപ്പെടെ ഉന്നയിച്ചവരിൽ പലരും പരാതിയുമായി മുന്നോട്ടു പോകുവാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ് അറിയിച്ചതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. വ്യാഴാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോഴാണ് അന്വേഷണ സംഘം ഇക്കാര്യം അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മൊഴി നൽകിയവരെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കണ്ടിരുന്നു. ഇവർ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് തങ്ങളെ അറിയിച്ചതെന്നും അന്വേഷണ സംഘം പറഞ്ഞു. പോക്സോ കേസുകൾ എടുക്കാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നേരത്തെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവന്നതിനെ തുടർന്ന് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കാത്തതിനെതിരെ വ്യാപക വിമർശനമുയർന്നിരുന്നു. ഇതിനുശേഷമാണ് മൊഴികളിൽ അന്വേഷണം നടത്താൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥരായ അജിത ബീഗവും G പൂങ്കുഴലിയും വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും തുടർന്ന് ലഭിച്ച മൊഴികളുടെയും അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. എന്നാൽ പരാതിപ്പെടാൻ തയ്യാറാകാത്തവരെ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വാക്കാൽ പറഞ്ഞു. അതേസമയം വിനോദ മേഖലയ്ക്കായി നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. സിനിമാ മേഖലയ്ക്ക് പുറമെ ടെലിവിഷൻ, ഫാഷൻ, സർക്കസ്, സംഗീതം എന്നീ മേഖലകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും നിയമനിർമ്മാണം നടത്തുക. റിപ്പോർട്ടിൽ സർക്കാർ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി വനിതാ കമ്മീഷനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് ഈ മാസം 14-ന് വീണ്ടും പരിഗണിക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാനുള്ള ഇസ്രായേലിന്റെ ഉദ്യമത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ. തിങ്കളാഴ്ചത്തെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുവാൻ ഇസ്രായേലിന് അവകാശമുണ്ടെങ്കിലും അത് ആനുപാതികം ആയിരിക്കണമെന്നും ബൈഡൻ വ്യക്തമാക്കി. ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ചുമത്തുമെന്നും G7 രാജ്യങ്ങളുമായി ഇക്കാര്യം ആലോചിച്ചെന്നും ബൈഡൻ വെളിപ്പെടുത്തി. ഇറാന് നൽകുന്ന തിരിച്ചടി സംബന്ധിച്ച് ഇസ്രായേൽ നേതൃത്വവുമായി അമേരിക്കൻ നേതൃത്വം ചർച്ച നടത്തും. ഇറാന്റെ ആക്രമണത്തിന് ആനുപാതികമായ തിരിച്ചടിയാണ് നൽകേണ്ടതെന്നാണ് G7 തീരുമാനം. ഇസ്രായേലിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച ഇറാൻ 183 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തത്. ഭൂരിഭാഗവും വെടിവെച്ചിട്ടതായി ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേലിൽ ആളപായമോ കാര്യമായ നാശമോ ഉണ്ടായില്ല. തിരിച്ചടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണക്കിണറുകളും ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നതിൽ ബൈഡൻ രോഷാകുലനാണെന്ന്
അമേരിക്കൻ മാധ്യമമായ പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികൾ നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ ബൈഡനും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും നിരാശരാണ്. പശ്ചിമേഷ്യ സംഘർഷം വർദ്ധിക്കുന്നത് തടയാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ലെന്ന് വൈറ്റ് ഹൌസ് സമ്മതിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെ ഹമാസ് പ്രധാനമന്ത്രി എന്ന് വിശേഷിക്കപ്പെടുന്ന റൌഹി മുഷ്താഹ അടക്കം 3 ഉന്നത ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചത്. 3 മാസം മുമ്പ് ഗാസയിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഹമാസ് പോളിറ്റ് ബ്യൂറോനെ ഇപ്പോൾ നയിക്കുന്ന യഹിയ സിൻവറിന്റെ വലം കൈയായിരുന്നു റൌഹി. ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ അയാൾ ഹമാസ് പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്നു. ഹമാസിന്റെ സൈനിക സാമ്പത്തിക തീരുമാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. 2015 അമേരിക്ക മുഷ്താഹിയെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസ്. സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടുന്നുവെന്ന് കാണിച്ച് അർജുന്റെ സഹോദരി അഞ്ജു ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഇതിൽ ചേവായൂർ പോലീസാണ് കേസെടുത്തത്. BNS 192, 120O കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മനാഫ് സമൂഹ മാധ്യമങ്ങൾ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജുന്റെ കുടുംബ പശ്ചാത്തലവും പ്രചരിപ്പിച്ചെന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചാരണം നടത്തിയെന്നും ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നും FIRൽ പറയുന്നു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തെ വേട്ടയാടരുതെന്നും സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്നും വിവാദം ഉയർന്നതിന് പിന്നാലെ മനാഫ് ആവശ്യപ്പെട്ടിരുന്നു. സഹോദരൻ മുബിൻ ഉൾപ്പെടെ കുടുംബത്തിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണിത് പറഞ്ഞത്. അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് PR വർക്ക് നടത്തിയിട്ടില്ലെന്നും വൈകാരികമായ മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനും തന്റെ സുരക്ഷയ്ക്കുമാണ്. അർജുന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല. എന്തന്വേഷണം വേണമെങ്കിലും നടത്താമെന്നും കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നും ഇതോടുകൂടി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് ആവശ്യപ്പെട്ടു. രാജ്യം കണ്ട ചരിത്രപരമായ ദൗത്യത്തെ ചെളിവാരിയെറിഞ്ഞ് അതിന്റെ മഹത്വം ഇല്ലാതാക്കരുത്. വാഹനത്തിന്റെ RC ഉടമ മുബീനാണെന്നും എന്നാൽ ഉടമസ്ഥത തങ്ങൾക്ക് 2 പേർക്കുമാണെന്നും മനാഫ് വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം കുടുംബത്തിന് എന്തെങ്കിലും വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും മനാഫ് പറഞ്ഞിരുന്നു. മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം ഒരാഴ്ച കൂടി എറണാകുളം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ തുടരും. ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനാവശ്യത്തിന് വിട്ടു നൽകുവാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് മകൾ ആശ നൽകിയ ഹർജിയിലാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഹൈക്കോടതി ഒരാഴ്ച കൂടി നീട്ടിയത്. കേസ് വീണ്ടും ഈ മാസം 11 പരിഗണിക്കും. മകൾ ആശ നൽകിയ ഹർജിയിൽ എതിർ സത്യവാങ്മൂലം നൽകാൻ മറ്റു 2 മക്കളായ ML സജീവനും സുജാതയ്ക്കും ജസ്റ്റിസ് VG അരുൺ നിർദ്ദേശം നൽകി. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്നതിനെതിരെ ആശ നേരത്തെ നൽകിയ ഹർജിയിൽ മക്കളെ കേട്ട് തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കാനായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ തീരുമാനം. ഇത് ചോദ്യം ചെയ്താണ് ആശ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. മൃതദേഹം വിട്ടു നൽകണമെന്ന ആഗ്രഹം പിതാവ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച് പരിശോധിച്ച സമിതിയുടെ നടപടി നിയമപരമല്ലെന്നും ആശ പറയുന്നു. നേരത്തെ സമിതിയുടെ കണ്ടെത്തൽ പരിശോധിക്കാൻ ഉന്നത സമിതി ചുമതലപ്പെടുത്തുന്ന കാര്യത്തിൽ അഭിപ്രായമറിയിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതിൽ സമവായമുണ്ടായില്ലെന്നാണ് അറിയുന്നത്. തുടർന്നാണ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. സെപ്റ്റംബർ 21 അന്തരിച്ച MM ലോറൻസിന്റെ മൃതദേഹം 23 എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത്. ഇതിനിടെ മകൾ ആശ ഹൈക്കോടതിയെ സമീപിക്കുകയും വിഷയം മെഡിക്കൽ കോളേജ് പരിശോധിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.